ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇരട്ടയാറിൽ സമ്മിശ്ര കൃഷി അവലംബിക്കുന്ന യുവകർഷകനായ ശ്രീ സിമിൻ കൊറ്റനിക്കൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ടീം കിസാൻ വാണി ഇന്നെത്തിയിരിക്കുന്നത് ഇരട്ടയാർ പഞ്ചായത്തിലെ കൊറ്റിനിക്കൽ സിമിൻ എന്ന യുവ കർഷകന്റെ കൃഷിയിടത്തിലാണ്. മികച്ച സമ്മിശ്ര കർഷകനായ സിമിൻ തന്റെ കാർഷികാനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. സിമിൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട്? ചെറിയ പ്രായമാണല്ലോ. ഞാനിപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഈ കാർഷിക രംഗത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിലിപ്പം 3-4 വിളകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പഠനമൊക്കെ എവിടെയായിരുന്നു? എന്താണ് പഠിച്ചത്? ഞാൻ ഗ്രാജുവേറ്റ് ആണ്. BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പഠിച്ചതെല്ലാം ഇരട്ടയാറ് തന്നെയാണ്. വലിയ തോള ഇരട്ടയാറായിട്ടാണ് പഠിച്ചത്. ഈ പഠനം കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിട്ടുണ്ടോ, അതോ അതിൻ്റെ ഒരു നേരിട്ട് കൃഷിയിലേക്കായിരുന്നോ? ഇല്ല, നേരിട്ട് കൃഷിയിലേക്കല്ലായിരുന്നു. ഞാനിപ്പോൾ ബാങ്കിൽ, HDFC ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈവറ്റ് സെക്ടറാണ്. അവിടെ ലോൺസിലായിരുന്നു. അപ്പോൾ ഞാനത് വിട്ടിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ ഇനം വിളകളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഏലമുണ്ട്, പിന്നെ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ റബ്ബറും ഉണ്ട്. ഈ ഇരട്ടയാർ മേഖലയിൽ റബ്ബർ കൃഷി വ്യാപകമായിട്ടുണ്ടോ? ഇരട്ടയാർ മേഖലയിൽ റബ്ബർ കൃഷിയുണ്ട്. അതിപ്പം കമ്പാരിറ്റീവ്ലി മറ്റ് ഏരിയകളിൽ വെച്ച് ഇവിടെ ഇപ്പം ചൂടിൻ്റെ ഒരു കൂടുതലുണ്ട്. അപ്പോൾ റബ്ബർ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ന്യായമായ രീതിയിൽ ഷീറ്റും ഒട്ടുപാലൊക്കെ ആയിട്ടാണെങ്കിലും വിളവ് കിട്ടുന്നുണ്ട്. ഈ ജില്ലയിൽ ഇങ്ങനെ ഈ ഹൈ റേഞ്ച് മേഖലയിൽ അങ്ങനെ ഈ റബ്ബർ കൃഷി വളരെ കുറഞ്ഞൊരു സമയമാണല്ലോ, ഇപ്പോൾ അല്ല കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇരട്ടയാർ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇരട്ടയാർ ഏരിയയിൽ നമ്മുടെ ഹൈ റേഞ്ചിലേക്ക് ശരിക്കും പറഞ്ഞാൽ റബ്ബർ അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി ചൂട് കൂടുതലുള്ളത് കൊണ്ട് റബ്ബർ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പട്ടമരപ്പ് പോലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും റബ്ബറിന് ഇല്ല ഇവിടെ. എത്ര റബ്ബർ മരങ്ങളാണ് നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ 350-400 റബ്ബറോളം ഉണ്ട്. ശരാശരി 400 റബ്ബറിൽ നിന്ന് നമുക്ക് എത്ര ഷീറ്റ് ഒരു ദിവസം ലഭിക്കും? 400 റബ്ബറിൽ നിന്ന് നമുക്കൊരു 12-15 ആ ഒരു ഷീറ്റ് എണ്ണം വരെ കിട്ടും. ഈ എല്ലാ സമയത്തും ഇതിൻ്റെ റബ്ബർ പാല് ലഭിക്കുമോ, അതോ മഴക്കാലത്ത് എത്ര കാലം ഇത് നിർത്തി വെക്കണം, അങ്ങനെയൊക്കെ ഒരു കാലയളവുണ്ടോ? നമ്മൾ മഴക്കാലത്ത് വെട്ടുന്നുണ്ട്. മഴക്കാലത്ത് വെട്ടുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒട്ടിച്ചിട്ട് അങ്ങനെയാണ് വെട്ടുന്നത്. 1-2 ദിവസം കൂടുമ്പോഴാണ് വെട്ടുന്നത്. മഴക്കാലത്തും വെട്ടാറുണ്ട്? ഉണ്ട്, മഴക്കാലത്തും വെട്ടാറുണ്ട്. ഏത് സമയത്താണ് ഇതിന് പാലുൽപാദനം കൂടുതലുള്ളത്? പാലുൽപാദനം കൂടുതൽ നമുക്കൊരു ജനുവരി-ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തൊട്ട് പാലുൽപാദനം കൂടും. റബ്ബറിന് ഇലയായി തുടങ്ങുമ്പോൾ തൊട്ട് പിന്നെ നമുക്ക് ഉൽപാദനം കൂടും. ഈ റബ്ബറൊക്കെ റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു സമയം എപ്പോഴാണ്? അതായത് ഇപ്പോൾ ഒരു റബ്ബർ നട്ട് നമ്മൾ എത്ര വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ വളർച്ചയെത്തി ഉൽപാദനത്തിലേക്ക് വരുന്നത്? നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ ഒരു 7 വർഷം ഒക്കെ ആകുമ്പോൾ തൊട്ട് റബ്ബർ നമുക്ക് വെട്ടി വിളവെടുക്കാൻ തുടങ്ങാം. പക്ഷെ നമ്മുടെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഒരു 10 വർഷം 12 വർഷം അടുത്തൊക്കെ എടുക്കാറുണ്ട്. പിന്നെ നമുക്കത് പിന്നെ തുടർച്ചയായിട്ട് വിളവെടുക്കാൻ തുടങ്ങിയാൽ 20 വർഷം 25 വർഷം വരെ നമുക്ക് ആ റബ്ബർ ഉപയോഗിക്കാം. പിന്നെ വെട്ടി റീപ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ റബ്ബർ കൃഷിക്ക് ഇടയിലായിട്ട് ഇടവിളകൾ എന്തെങ്കിലും കൃഷി ചെയ്യാൻ എന്നൊരു സാഹചര്യം ഉണ്ടോ? ഉണ്ട്. ഞങ്ങളിപ്പം കൃഷി ചെയ്തിരിക്കുന്ന റബ്ബറിന് ഇടയ്ക്ക് ഏലമാണ്. ഏലം എല്ലാവരും പറയുന്നത് ഏലം റബ്ബറിനകത്ത് വലിയധികം കിട്ടില്ല എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. പക്ഷെ എങ്കിലും കുഴപ്പം, നമ്മുടെ അനുഭവം വെച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വിളവുണ്ട്. അതുപോലെ പല സ്ഥലത്തും ഇങ്ങനെ ഈ റബ്ബറേക്കടെ നമ്മുടെ റബ്ബർ മരത്തിൽ കുരുമുളക് വള്ളികളൊക്കെ അത് പ്രായോഗികമാണോ? ഈ റബ്ബർ വെട്ടാൻ ഉള്ളൊരു പ്രായോഗിക തടസ്സം നേരിടില്ലേ?
ഇല്ല, അത് കുഴപ്പമില്ല. നമ്മളത് ഇത്തിരി മുൻകൂട്ടി ചെയ്താൽ മതി, കൃഷി ചെയ്താൽ മതി. ഇപ്പം റബ്ബർ വെട്ടാനുള്ള നമ്മളൊരു മാക്സിമം ഒരു 5 to 10 അടി പൊക്കത്തിലെ നമ്മൾ റബ്ബറിന്റെ വെട്ടാൻ പറ്റുള്ളൂ. അപ്പം അതിന് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആ ഒരു പൊക്കത്തിലേക്ക് ഈ കുരുമുളക് പടർത്തി വിട്ടാൽ മതി. പിന്നെ ഈ ഏലവും കൂടെ ചെയ്യുന്നതിനകത്തും ഇത് പ്രായോഗികമാണ്. ഏലത്തിന്റെ ഹൈറ്റിന് മുകളിലേക്ക് കൊടി റബ്ബറിൽ നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഷെയ്ഡ് ഒരു ഏലത്തിനൊരു പ്രശ്നമാണോ? അതായത് ഈ ഷെയ്ഡ് ഇറക്കേണ്ടത് ഏലത്തിന് ഇപ്പോൾ ഷെയ്ഡ് ക്രമീകരിക്കണമല്ലോ, തണൽ ക്രമീകരിക്കണം. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഇല അങ്ങനെ വെട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ഇതിനെ ബാധിക്കുമോ? അത് നമ്മൾ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കും. വിളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മളത് മഴയോട് അടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ റബ്ബറിന്റെ അടിയിലുള്ള എരമ്പുകളൊക്കെ കുറച്ച് എകരങ്ങളൊക്കെ വെട്ടി നമുക്ക് ഒതുക്കി കഴിഞ്ഞാൽ ആ വിളവിന് വലിയ പ്രശ്നമില്ലാതെ വരും. ഇതിനെന്തെങ്കിലും വളപ്രയോഗം നടത്താറുണ്ടോ ഈ റബ്ബറിന്? ഇപ്പം ഏലത്തിനും ഒക്കെ ധാരാളം വളം ചെയ്യേണ്ട ഒരു സമയമാണല്ലോ. അപ്പോൾ ഈ റബ്ബർ കൃഷിക്ക് അങ്ങനെ എന്തെങ്കിലും വളപ്രയോഗം ഉണ്ടോ? റബ്ബർ കൃഷിക്ക് വളപ്രയോഗമുണ്ട്. നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഏലം കൂടെ കൃഷി ഇതിനകത്തുള്ളത് കൊണ്ട് ഏലത്തിന് കിട്ടുന്ന വളം കൂടെ റബ്ബറിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ചൊരു വളം റബ്ബറിന് ചെയ്യാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചാണകപ്പൊടിയൊക്കെ എല്ലാ വർഷവും ഇറക്കുക. അത് ഈ ഏലത്തിന് ചെയ്യുന്ന സാധനം തന്നെ റബ്ബറിലേക്കും കിട്ടുന്നുണ്ട്. കുരുമുളകിനും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. 3 വിളകളും ഈ ഒരു വളത്തെ തന്നെ 3 വിളകൾ ഓടുന്നുണ്ട്. ഇപ്പോൾ ഏലത്തിനൊക്കെ ഈ മണ്ണിളക്കിയുള്ള പണികളൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ റബ്ബറിലേക്ക് വരുമ്പോൾ അതിനെ ദോഷകരമായിട്ട് ബാധിക്കില്ലേ? ഇല്ല, നമ്മൾ ഒരുപാട് ഇപ്പം മണ്ണ് വേരോട്ടം ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് റബ്ബറിന്. അപ്പം മേൽവേരുകൾ എപ്പോഴും ഏലത്തിന്റെ തടത്തിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് വർഷത്തിലൊന്ന് പൊട്ടിച്ചു വിടുന്ന പതിവുണ്ട്, മണ്ണൊന്ന് ഇളക്കി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ആഴത്തിലേക്ക് പോകുന്നില്ല. ഒരു മാക്സിമം പോയ 1 അടി 1.5 അടി ആഴത്തിലേക്ക് അത് കിളച്ച് വരത്തുള്ളൂ. അപ്പോൾ റബ്ബറിനെ അത് വലിയ ദോഷമായിട്ട് ബാധിക്കത്തില്ല. അതിന് താഴേക്ക് ആയിരിക്കും റബ്ബർ പോകുന്നത്. പിന്നെ മേൽവേരുകൾ പൊട്ടലുണ്ടാവും, അത് വലിയ പ്രശ്നമാകുന്ന കാര്യമല്ല. അതോടൊപ്പം തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹൈ റേഞ്ചിൽ പലയിടത്തു നിന്നും കുരുമുളക് കൃഷി ഇങ്ങനെ അന്യം നിന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ധാരാളം കുരുമുളക് ചെടികൾ കാണാനുണ്ട്. ഇപ്പോൾ ഇവിടെ കുരുമുളക് ധാരാളമായിട്ട് നേരത്തെ മുതൽ ഇങ്ങനെ ഉള്ള ഒരു സ്ഥലമാണോ? ഇരട്ടിയാർ ഏരിയയിൽ നേരത്തെ തൊട്ടേ കുരുമുളകുണ്ട്. ഇപ്പം ഈ ഒരു കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ നമുക്ക് ഇവിടെ ഏലകൃഷി അത്യാവശ്യം വ്യാപകമായിട്ട്. അതിനു മുന്നേ എല്ലാം നമുക്ക് കുരുമുളകായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇവിടുത്തെ സ്ഥിതിയും എന്ന് പറഞ്ഞാലും കുരുമുളകിലേക്ക് വിളവ് നേരെ പകുതിയായി. പണ്ടുണ്ടായിരുന്നതിലും വിളവ് കുറഞ്ഞു. കുരുമുളക് കയറ്റി വിട്ടുകൊണ്ടിരുന്ന ഈ മുരിക്കൊക്കെ പോലുള്ള താങ്ങി നിർത്തുന്ന വൃക്ഷങ്ങളുണ്ട്. അതിനൊക്കെ ആണെങ്കിലും കേടുകൾ കൂടുതലായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ റബ്ബർ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പോൾ നിലവിൽ ഈ റബ്ബറിന് എന്ത് വിലയുണ്ട്? ഇത് ലാഭകരമാണോ? ഒരു ശരാശരി കർഷകനെ സംബന്ധിച്ച് ഇത് ലാഭകരമാണോ? നമ്മൾ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് പോകും, ലാഭകരമാണ്. അല്ലാണ്ട് ഒരു പണിക്കാരനെ വെച്ച് നമുക്ക് പോയി കഴിയുമ്പോഴത്തേനും അത് മുതലാകൂല. കാരണം നേരത്തെ വെട്ടുകൂലിയായിട്ടും പിന്നെ പാലെടുക്കുന്ന കൂലിയായിട്ടും ഒക്കെ തുക കൂടിയിട്ടുണ്ട്. അപ്പം അത് ഇപ്പം 2 രൂപ എന്നുള്ള നിരക്കിലേക്കൊക്കെയാണ് ഒരു മരത്തിന്. അപ്പം അത് ഇപ്പോഴത്തെ ഒരു വില വെച്ച് നമുക്കത് നഷ്ടമാണ്. തന്നെ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ റബ്ബർ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഈ പണികൾ ഇപ്പോൾ ഒരു 400 അല്ലെങ്കിൽ 500 മരം അല്ലെങ്കിൽ 200 മരം ഉള്ളവർക്ക് രാവിലെ തന്നെ ഇതിൻ്റെ പണിയൊക്കെ തീർത്ത് അടുത്ത ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കൃഷിയിടത്തിൽ പണിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇതിപ്പോൾ 1-2 ദിവസങ്ങളിലാണ് നമ്മൾ റബ്ബറിന്റെ വിളവെടുക്കുന്നത്. അപ്പം അതിൽ നമ്മളൊരു 4 മണിക്ക് രാവിലെ ഒരു 4 മണിക്ക് വെട്ട് തുടങ്ങിയാൽ ഒരു 8 മണി 8:30 വെട്ട് തീരും. പിന്നെ ഇപ്പം ഷീറ്റ് ആക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 3 പണി വരുന്നുണ്ട്. റബ്ബർ വെട്ടൽ വരുന്നുണ്ട്, പാലെടുക്കൽ വരുന്നുണ്ട്, പിന്നെ അത് ഷീറ്റ് ആക്കൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ 3 പണിയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഷീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പണികൾക്ക് പോകാൻ പാടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിറ്റേ ദിവസം ഒട്ടുപാലാക്കുവാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളത് എടുത്താൽ മതി. അപ്പം അങ്ങനെയുള്ള പരിപാടികളിലേക്കാണ് നമുക്ക് വേറെ ജോലികൾക്ക് പോകാം. ഒരു 8:30 നമുക്ക് റബ്ബറിന്റെ പണികൾ തീർത്ത് അടുത്ത എന്താണോ പ്രോഗ്രാം അതിലേക്ക് നമുക്ക് കടക്കാം. ഈ ഷീറ്റ് ആക്കുന്നതിനുള്ള ഒരു സംവിധാനം നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ? ഉണ്ട്, അത് നമുക്ക് മെഷീനായിട്ട് ഉണ്ട്. അത് 2 ടൈപ്പ് ഉണ്ട് മെഷീന്. ഒന്ന് നമ്മൾ ഇത് ഷേപ്പ്, അതായത് ഷീറ്റ് ആക്കുക, അതിനുശേഷം അത് പ്രസ് ചെയ്ത് ഒരു പ്രഷറുണ്ട്, ഒരു ഇതുള്ള അച്ചായിട്ടുള്ള. അപ്പോൾ അതിൽ ലാസ്റ്റ് അതും കൂടെ ചെയ്തെടുക്കുക. അത് ഇങ്ങനെ മാനുവലായിട്ട് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണോ അതോ ഇപ്പോൾ യന്ത്ര സഹായത്തോടെ എന്തെങ്കിലും സംവിധാനം വന്നിട്ടുണ്ടോ?
യന്ത്രസഹായത്തോടെ ഉള്ളതുണ്ട്. നമുക്കിവിടെ അതിന് മാത്രമുള്ള റബ്ബറുകൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കൈവച്ച് തന്നെ മാനുവലായിട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഈ റബ്ബർ ഷീറ്റിലേക്ക് വരുന്നൊരു പ്രോസസ്സ്, അതൊന്ന് വിശദമാക്കാമോ? ഇതിപ്പോൾ നമ്മൾ രാവിലെ റബ്ബർ വെട്ടും. റബ്ബർ വെട്ടിയിട്ട് ഒരു 10 മണിയോടുകൂടി നമുക്കത് പാലെടുക്കാറാകും. അപ്പോൾ പാലെടുത്തതിന് ശേഷം നമ്മൾ ബക്കറ്റിലാണ് ശേഖരിക്കുക. ബക്കറ്റിൽ ശേഖരിച്ചതിന് ശേഷം നമ്മൾ ഡിഷുണ്ട്, ആ ഡിഷിലേക്ക് പകർത്തിയിട്ട് ഇപ്പം 1 ലിറ്റർ പാലാണ് നമ്മൾ ഡിഷിലേക്ക് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളവും കൂടെ ഒഴിക്കും അതിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് അത് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആസിഡ് ഒഴിക്കും. അസറ്റിക് ആസിഡാണ്. അപ്പോൾ അസറ്റിക് ആസിഡ് ഒഴിക്കും. അതൊരു 20-30 ml നമ്മൾ ഒഴിക്കും, ഡൈല്യൂട്ട് ചെയ്ത്, ഒരു ഡിഷ് ഡൈല്യൂട്ട് ചെയ്ത്. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. അത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലിയും നമ്മളത് ഇളക്കി കൊടുക്കും. എന്നിട്ട് അതൊരു 1-2 മണിക്കൂറിന് ശേഷം തന്നെ അത് ഏകദേശം കട്ടിയായി തുടങ്ങും. പിന്നെ നമ്മളത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഷീറ്റ് ആക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കുന്നത്, ഒരു 2 മണി ടൈമോടുകൂടി. ഇത് ഉണങ്ങിയെടുക്കാൻ എത്ര സമയം വേണം? ഒരു ഷീറ്റ് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇത് ഉണങ്ങിയെടുത്ത് ഇതൊരു വിപണിയിൽ എത്തിക്കാവുന്ന തരത്തിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? നേരത്തെ ആയിരുന്നെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾ എടുക്കുമായിരുന്നു. ഇപ്പം നമുക്കതൊരു മാക്സിമം 4 ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു ഷീറ്റ് ഉണങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആസിഡ് മാറിയിട്ട് അതിൽ വേറെന്തൊക്കെയോ കെമിക്കൽ കണ്ടന്റ് മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇത് ഉപയോഗിച്ച് തന്നെ ഷീറ്റ് അടിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഷീറ്റിൻ്റെ കളറ് മാറി തുടങ്ങും. പിന്നെ ഒരു 2-3 വെയിൽ കൊണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 2 വെയിലും 2 ദിവസത്തെ പുകയും കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഷീറ്റ് വിൽപ്പനയിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ മഴക്കാലത്ത് ഇപ്പോൾ ഇത് പ്രശ്നം, ഒരു തടസ്സം നേരിടാറുണ്ടോ ഈ പ്രോസസ്സിന്, ഈ ഉണങ്ങുന്നത്? മഴക്കാലത്ത് ഒരു വെല്ലുവിളിയാണ്. ഇപ്പം നമ്മൾ വെയിൽ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതിൻ്റെ വെള്ളം വലിഞ്ഞു കഴിയുമ്പോഴത്തേനും എടുത്ത് പുകയത്തേക്ക് ഇടാറാണ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഒരു ഗുണനിലവാരം അനുസരിച്ചാണോ വില, അതോ ഈ റബ്ബറിന് അങ്ങനെ ഗുണനിലവാരം ഇപ്പോൾ ഏലത്തിനുള്ള പോലെ ഗുണനിലവാരം നോക്കിയാണോ വിപണിയിൽ എടുക്കുന്നത്? അതെ, റബ്ബറിനും ഗുണനിലവാരം നോക്കുന്നുണ്ട്. അതിൻ്റെ കളറ്, പിന്നെ ഇതിലും ഗ്രേഡൊക്കെ തന്നെയുണ്ട്. അതല്ലേ? അപ്പം അതിലും ഷീറ്റിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് വലിപ്പം, തൂക്കം. ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലെടുത്ത് ഒഴിച്ചിട്ട് അത് ഷീറ്റായി കിട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു ഷീറ്റ് ഉണങ്ങി കിട്ടിക്കഴിയുമ്പോൾ അതൊരു 700 ഗ്രാം വരെ തൂക്കം കിട്ടും. 700-ന് മേളിലേക്ക് കിട്ടുന്ന 1.5 ലിറ്ററോളൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു 700 മേളിലേക്ക് കിട്ടും. അപ്പോൾ അതാണ് ആ ഗ്രേഡുള്ള പാലാണ്. അപ്പോൾ 700 ഗ്രാം മുകളിലേക്ക് തൂക്കം കിട്ടുന്ന ഷീറ്റ് ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള റബ്ബർ പാലാണ്. പിന്നെ ഇതിൻ്റെ ഒരു നിറത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ നിറമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് ബന്ധപ്പെടുന്നത്? ഏത് നിറമാണ് ഇതിനൊരു കൂടുതൽ വില ലഭിക്കുന്നത്? അതേത്? അതൊരു കറുത്ത കളറിലേക്ക് എത്തും. കറുപ്പല്ല, ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ബ്രൗൺ കളർ. അത് നല്ല ഡാർക്കായിട്ട് വരുന്നതനുസരിച്ച് അതിൽ ക്വാളിറ്റിയാണ്. നല്ല ഷീറ്റ് നല്ലപോലെ തെളിഞ്ഞു വരും. അത് നമുക്ക് ഏകദേശം അതിന്റെ മറുവശം കാണാവുന്ന രീതിയിലേക്ക് തെളിഞ്ഞു വരും. അതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഉണങ്ങിക്കഴിയുമ്പോൾ നല്ലപോലെ വെയിൽ കൊണ്ട് പുകയും കൊണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ആ രീതിയിലേക്ക് വരും. ഇപ്പോൾ ഈ കുരുമുളകും റബ്ബറും ഏലവും കൃഷി ചെയ്യുന്നുണ്ടല്ലോ, ഇതിനകത്ത് ഏറ്റവും ലാഭകരമായിട്ട് തോന്നിയത് ഏത് വിളയാണ്? ഇതിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും ലാഭകരം ഇപ്പോഴത്തെ ഒരു രീതി നോക്കുവാണെങ്കിൽ ഏലം തന്നെയാണ്. കാരണം ഇപ്പോൾ വിലയുണ്ട്, പിന്നെ
ഒരു 6-7 എടുക്കയോളം നമുക്ക് സീസൺ 7 പ്രാവശ്യത്തോളമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെയില്ല, ലാഭകരമാണെന്ന് വെച്ചാൽ മൂന്ന് ഒരുമിച്ച് വിളയുടേതായ കൊണ്ടുപോയാൽ രീതിയിലുള്ള ലാഭമുണ്ട്. ഏലം ഏതിനം ഏലമാണ് ഇവിടെ ഉള്ളത്, ഈ കൃഷിയിടത്തിലുള്ളത്? ഇവിടെ ഇപ്പോൾ പല ടൈപ്പ് ഏലങ്ങളുണ്ട്. അതിൽ ഞങ്ങളിപ്പോൾ നേരെ കൃഷി ചെയ്യുന്ന ഒരു 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് തിരുതാളിയുണ്ട്, പിന്നെ ഞള്ളാനിയുണ്ട്, പിന്നെ കണിപ്പറമ്പൻ എന്ന് പറയുന്നത് കുമുളിയേലം എന്ന് പറയുന്നത് കണിപ്പറമ്പൻ ഏലം അതുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഒരു ഉൽപാദന ശേഷി കൂടുതലുള്ള ഏതിനമാണ്? ഉൽപാദനശേഷി കൂടുതലും ഞള്ളാനിയും മൂന്നും ഉൽപാദനശേഷി കൂടുതലുള്ളതാണ്. മൂന്നിൻ്റെയും വിളവെടുപ്പ് എണ്ണം വ്യത്യസ്തമായിരിക്കും. ഞള്ളാനി 6 എടുക്കുകയുണ്ടെങ്കിൽ 6 എടുക്കയിലും ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വിളവ് കിട്ടും. ഇപ്പം നമുക്ക് തിരുതാളിയാണെങ്കിൽ ഒരു 4 എടുക്കുകയൊക്കെ നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ. അവസാനത്തെ 2 എടുപ്പ് ഉൽപാദനം കുറവായിരിക്കും. പിന്നെ എല്ലാ ഏലം അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് എടുക്ക വരെയും നമുക്ക് ആദ്യത്തെ കായ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞള്ളാനി നല്ല കൃഷിയാണ്. ഈ ഇവിടുത്തെ നമ്മുടെ ഈ മണ്ണിനും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ ഇനം ഏതാണ് ഇതിനകത്ത്, ഈ 3 എണ്ണം കൃഷി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക്? ഇവിടെ ഞാൻ നോക്കിയിട്ട് തിരുതാളിയാണ് അത്യാവശ്യം വലിയ, തിരുതാളിയല്ല കണിപ്പറമ്പനാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരുന്നത്. അതിൽ അത്യാവശ്യം പ്രതിരോധശേഷിയുണ്ട് ഞള്ളാനിയും മറ്റേ തിരുതാളിനെ അപേക്ഷിച്ച്. ഈ തണ്ടുതുരപ്പം പോലുള്ള ശല്യങ്ങളൊക്കെ വളരെ കുറവുണ്ട്. ഇത് നമ്മളൊരു കണിപ്പറമ്പൻ്റെ ഈ ചിമ്പ് നട്ട് എത്ര കാലം വേണം ഒരു വിളവെടുപ്പിലേക്ക് എത്താനായിട്ട്, ഒരു തൈ നട്ട്? ശരിക്കും 2-ാം വർഷമാണ് നമുക്ക് ഏലത്തിൽ നിന്ന് കാ കിട്ടി തുടങ്ങുന്നത്. എങ്കിലും അതൊരു 8 മാസത്തോടു കൂടി തന്നെ നമുക്കത് ശരമടിക്കാറാകും. ഒരു വർഷം. അതായത് 8-ാം മാസം മുതൽ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. ശരിക്കും ഒരു ചുവട് നല്ലൊരു ഏലമായി വന്ന് 2-ാം വർഷത്തിൽ 1.5 വർഷത്തിന് മേളിലായി കഴിയുമ്പോഴത്തേനെ നമുക്ക് അതിൽ വിളവെടുക്കാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ട്. പിന്നെ അതുവരെയുള്ള നമ്മളൊരു വിളവെടുപ്പായിട്ട് നമ്മളൊരു കണക്ക് കൂട്ടുന്നില്ല. ശരിക്കും ഇപ്പോൾ റബ്ബർ കൃഷി വരാനൊരു കാരണം, ഇങ്ങോട്ട് വരാൻ കാരണം ഇവിടെ ചൂടിൻ്റെ ഒരു കൂടുതലുണ്ടെന്ന് തോന്നുന്നു, മറ്റ് ഹൈ റേഞ്ചിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച്. ഇപ്പോൾ കട്ടപ്പന പോലും അപേക്ഷിച്ച് ഇരട്ടേറെ അല്പം ചൂട് കൂടിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചൂട് കൂടുന്നത് ഏലത്തിന് ദോഷകരമായി ബാധിക്കില്ല, അല്ലെങ്കിൽ അത് ഏലം കൃഷിക്ക് അത്ര യോജിച്ചാണോ? അതാണ് പറഞ്ഞത്, ഏലം കൃഷിയിൽ ശരിക്കും പറഞ്ഞാൽ ചൂട് പറ്റില്ല. പക്ഷെ മറ്റ് ഏരിയകളെ അപേക്ഷിച്ച്, അതായത് ഇപ്പോൾ രാജാക്കാട്, രാജകുമാരി, പാമ്പാടുംപാറയൊക്കെ പോലുള്ള ഏരിയകളെ അപേക്ഷിച്ച് നമുക്കിവിടെ ചൂട് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അത് റബ്ബറിന് അത്യാവശ്യം നല്ല ചൂടുള്ള ഏരിയയിലാണ് റബ്ബർ ഏറ്റവും ബെറ്റർ ആകുന്നത്. പിന്നെ ഹൈ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏലം ഇവിടെ വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട് വിളവെടുപ്പ്. പിന്നെ അതാ പറഞ്ഞാൽ ഇപ്പോൾ രാജാക്കാട്, രാജകുമാരി പോലുള്ള ഏരിയകളിൽ വെച്ച് നമുക്ക് 1-2 എടുക്കുകയൊക്കെ നമുക്കിവിടെ ഏലത്തിന് വിളവെടുപ്പ് കുറയും. ഇവിടെ ഈ സമീപത്തെ പ്രദേശത്ത് എല്ലാ കർഷകരും ഇങ്ങനെ ഈ ബഹുവിളകൾ ചെയ്യുന്നുണ്ടോ, അതോ ഏലം മാത്രമായിട്ട് കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? റബ്ബർ മാത്രമായിട്ട് ചെയ്യുന്ന കർഷകരൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഉണ്ട്. റബ്ബർ മാത്രമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ വളരെ കുറവാണ്. എല്ലാവരും തന്നെ റബ്ബറിനകത്ത് ഏലമൊക്കെ ആക്കി. പിന്നെ നേരത്തെ റബ്ബർ ഉണ്ടായിരുന്നവർ റബ്ബർ വെട്ടിയിട്ട് ഏലമാക്കിയവരുണ്ട്. ഏലകൃഷി തന്നെയാണ് പ്രോപ്പറായിട്ട് ഇപ്പം ആൾക്കാർ ചെയ്യുന്നത് കൂടുതൽ. പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് ഏലത്തിന് റബ്ബർ ഒരു വലിയ കുഴപ്പമില്ലാത്ത വിളയാണ്. നമ്മൾ ഏത് വിളയാണേലും ഒന്ന് നശിപ്പിച്ചിട്ട് മറ്റേതിലേക്ക് കിടക്കുന്ന ഒരു മണ്ടത്തരമാണ്. അപ്പോൾ ഉള്ളത് നിലനിർത്തി പോവുക എന്നുള്ളത് തന്നെയാണ്. കാരണം കാർഷിക രംഗമാണ്, ഏത് സമയത്താണ് അതിന് വില ഏറ്റക്കുറച്ചിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിപരമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വേനൽക്കാലത്ത് ഇതിനൊക്കെ നനയൊരുക്കാനുള്ള സംവിധാനം നമുക്കിവിടെ സ്വന്തമായിട്ടുണ്ടോ? ഉണ്ട്, ബോർവെല്ലാണ്. അപ്പം അതിലേക്ക് നമ്മൾ ടാങ്കിലേക്ക് അടിച്ചിട്ട് അതിൽ കണക്ഷൻ ഹോസ് ഇട്ട് അതിൽ കുത്തിയെടുത്ത് വെള്ളം സ്പ്രേ ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എത്ര ദിവസം കൂടുമ്പോഴൊക്കെ ഇപ്പം ഈ തവണ വേനൽ ശക്തമായിരുന്നല്ലോ, അപ്പോൾ എത്ര നാൾ കൂടി നമ്മൾ നനയ്ക്കുമായിരുന്നു? എത്ര ദിവസം ഇടവിട്ടായിരുന്നു നന കൊടുത്തുകൊണ്ടിരുന്നത്? നമ്മൾ ഒരു 3 ദിവസത്തിൽ ഒന്നെങ്കിലും ഒരു ചെടിക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് നനവെത്തത്തക്ക രീതിയിൽ വേണം നനയ്ക്കാനായിട്ട്. ഇതുപോലെ തന്നെ ഈ കുരുമുളക്, ഏതിനം കുരുമുളകാണ് ഇവിടെ വ്യാപകമായിട്ടുള്ളത്? കുരുമുളക് നമുക്കിവിടെ പന്നിയൂറുണ്ട്, പിന്നെ കൊറ്റനാടൻ എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്, പിന്നെ കരിമുണ്ട, നീലമുണ്ടി, അങ്ങനെ പല ടൈപ്പ് കുരുമുളകുകളും ഉണ്ട്. ഈ കുരുമുളകിന് എങ്ങനെയാണ് കാർഷിക ഒരു പരിപാലനം എങ്ങനെയാണ്? ഏലത്തെയും റബ്ബറിനെയൊക്കെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാലനം? ഏലത്തിനെ അപേക്ഷിച്ച് കുറവാണ് പരിപാലനം. നമുക്കിപ്പോൾ വർഷത്തിൽ ഒരു ജൈവവളമൊക്കെ ചെയ്താൽ മതി. പിന്നെ മരുന്ന് എന്തെങ്കിലും ഊരനൊക്കെ പോലുള്ള പരാതങ്ങളുടെ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മരുന്ന് എന്തെങ്കിലും ചെയ്യും. ഇല്ല അല്ലാത്ത പക്ഷം അത് ഏകദേശം കൃഷി ജൈവമായിട്ട് തന്നെയാണ് പോകുന്നത്. അത് ഒരു വർഷത്തെ ഒരു
1-2 മാക്സിമം ഉള്ള വളങ്ങൾ ഒക്കെ ചെയ്തേച്ചാൽ മതി. അതും ജൈവവളം മാത്രമാണോ? നമ്മളിവിടെ ജൈവവളമൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പൂർണ്ണമായിട്ടും ജൈവമാണോ എന്ന് പറഞ്ഞാൽ അല്ല, കാരണം നമ്മൾ ഏലത്തിനകത്ത് രാസവളം ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഗുണം ഈ 3 വിളകൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ 3 വിളകളും തോന്നുന്നു. ഇപ്പം ഈ ജൈവവളത്തിന് വേണ്ടിയിട്ട് ചാണകമാണോ ഉപയോഗിക്കുന്നത്? ജൈവവളമായിട്ട് ചാണകമാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി പശു വളർത്തലും ഉണ്ടായിരുന്നു, അതോ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ പശു വളർത്തലില്ല, ഇപ്പോൾ വാങ്ങിച്ചൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പശു ഉണ്ടായിരുന്നു. ഈ വളങ്ങളൊക്കെ ജൈവവളം, ഇപ്പോൾ ചാണകം പോലുള്ള ജൈവവളങ്ങളൊക്കെ ഈ പരിസരത്ത് തന്നെ കിട്ടുമോ, അതോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തിക്കണോ ഇങ്ങോട്ട്? അല്ല, ഇവിടെ ചാണകമൊക്കെ നമുക്ക് ഇവിടെ തന്നെ നാട്ടിലൊക്കെ പശു വളർത്തുന്നവരുണ്ട്, അവരുടെ അടുത്തു നിന്നൊക്കെ തന്നെ കിട്ടും. പിന്നെ ഒരുപാട് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാടിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഈ കൃഷിയിടത്തിൽ നിന്ന് ഉണ്ടാക്കാം? ഇപ്പോൾ ഒരു യുവ കർഷകൻ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതിലേക്ക് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും? നിലവിലില്ല. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കൃഷിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നു. അതല്ലേ, ഇത്രയും വർഷം ഒരു ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഏറ്റവും നമുക്ക് സംതൃപ്തി നൽകുന്ന ഒരു ജോലി ഏതാണ്? ശരിക്കും കാർഷിക രംഗത്ത് ഇങ്ങനെ ചെയ്യുന്നതാണോ, അതോ ബാങ്കിങ് സെക്ടർ തന്നെയായിരുന്നു? എപ്പോഴും സ്വാതന്ത്ര്യം കൃഷി തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൃഷിയാണ്, അപ്പോൾ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇതെല്ലാം പോകുന്നത്. അതെ, കാലാവസ്ഥ നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ കൃഷി ലാഭകരമാണ്. പിന്നെ എപ്പോഴും നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവും. നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് കാർഷിക ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ സിമിൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കർഷകരൊന്നും ഈ മേഖലയിൽ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ ഈ രംഗത്തേക്ക് കുറേ അധികം കർഷകർ വരുന്നുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സിമിൻ്റെ ഒരു ഉപദേശം എന്താണ്? കൃഷിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഫീൽഡും പോലെ തന്നെയാണ് കൃഷിയും. അതിനകത്ത് ലാഭം ഉണ്ടാകും, നഷ്ടം ഉണ്ടാകും. പിന്നെ കൃഷിയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കൃഷി പോകുന്നത്. കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ കൃഷി മോശമായി പോകും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട്. ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൃഷി തന്നെയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കാർഷിക രംഗം ഏറ്റവും മുൻപന്തിയിൽ തന്നെ വരുന്ന ഒരു രംഗമാണ്. അതിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇറങ്ങാം. ഇപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും, ബിസിനസ് ആണെങ്കിലും നമുക്ക് ഇടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ആ മാർക്കറ്റ് അനുസരിച്ച് പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷെ കൃഷി എന്ന് പറയുമ്പോൾ എപ്പോഴും മുന്നോട്ട് അത് നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും. സർക്കാർ സഹായങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ കൃഷിയായിട്ട് ബന്ധപ്പെട്ട്? നമുക്ക് ഇപ്പോൾ കൃഷിഭവനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളങ്ങൾ, കാര്യങ്ങൾ, പിന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ വിളകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൈകൾ, കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ? കൃഷിഭവനൊക്കെ ആയിട്ട് നിരന്തരം ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അല്ലേ ഒരു കർഷകനെ സംബന്ധിച്ച് ഗുണകരം? അതെ, കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും. പിന്നെ നമുക്ക് രോഗകീടബാധകളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി അവർക്ക് ക്ലാസ്സുകൾ വന്നെടുക്കാറുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എപ്പോഴും കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. ഈ മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ടോ കൃഷിയിടത്തിൽ? ഉണ്ട്, മണ്ണ് പരിശോധന, pH-ന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എപ്പോഴും നോക്കാറുണ്ട്. മണ്ണിൽ അസിഡിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് വിളകളെ ബാധിക്കും. നമ്മളെപ്പോഴും അത് pH മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താറുണ്ട്. അപ്പോൾ ഒരു ശാസ്ത്രീയമായിട്ടാണ്, പരമ്പരാഗത രീതിയിലാണെങ്കിൽ പോലും ശാസ്ത്രീയമായ കൃഷി രീതിയാണ് അവലംബിക്കുന്നത് അല്ലേ? അതെ, തീർത്തും പരമ്പരാഗതം എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ നോക്കി തന്നെയാണ് ചെയ്യുന്നത്. സിമിൻ്റെ മാതാപിതാക്കളൊക്കെ കാർഷിക രംഗത്ത് തന്നെയുള്ളവരാണോ? അതെ, കാർഷിക രംഗത്ത് തന്നെയാണ്. വീട്ടിലാരൊക്കെയുണ്ട്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? വീട്ടിൽ ഞങ്ങൾ 5 പേരാണ്. പപ്പയുണ്ട്, അമ്മയുണ്ട്, പിന്നെ അനിയത്തിമാർ 2 പേരുണ്ട്. അവർ ജോലിയൊക്കെയാണ്. അനിയത്തിമാർ ഒരാൾ അഡ്വക്കേറ്റ് ആണ്, പിന്നെ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അമ്മ ഇവിടെ വാർഡ് മെമ്പറാണ്, പഞ്ചായത്ത് അംഗമാണ്. ഇരട്ടയാർ പഞ്ചായത്ത് 6ാം വാർഡ് അംഗമാണ്. അപ്പോൾ നിങ്ങൾ 3 പേരുമാണ് സജീവമായിട്ട് കാർഷിക രംഗത്തുള്ളത്? അതെ. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ ഇനിയും കൂടുതൽ വിജയങ്ങൾ കൈവരിക്കാൻ സിമിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും നേരം കിസാൻ വാണി ശ്രോതാക്കളുമായി വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ഇരട്ടയാറിൽ സമ്മിശ്ര കൃഷി അവലംബിക്കുന്ന യുവ കർഷകനായ ശ്രീ സിമിൻ കൊറ്റനിക്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.
പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ട് നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.